നെയ്യ് കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടുമെന്ന് പേടിച്ച് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുന്നവരാണ് നമ്മളിൽ പലരും. നെയ്യിൽ സാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ട്. നോർമൽ ടെമ്പറേച്ചറിൽ കുറച്ച് കട്ടിയായിട്ടോ അല്ലെ സെമി സോളിഡ് ഫോമിൽ കാണുന്ന കൊഴുപ്പിനെയാണ് സാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറയുന്നത്. ഇത് നെയ്യിൽ മാത്രമല്ല, നമ്മൾ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരുപാട് ഫുഡിൽ അടങ്ങിയിട്ടുണ്ട്. തേങ്ങാപ്പാൽ, കോക്കനട്ട് ഓയിൽ, അതുപോലെ ഫാറ്റ് കൂടിയ മിൽക്ക്, മീറ്റ്, ചിക്കന്റെ സ്കിൻ, ചില ഡയറി പ്രോഡക്ട്സിനകത്ത്, അതുപോലെ ബേക്കറി ഐറ്റംസ്, ബിസ്ക്കറ്റ്സ്, കേക്ക്സ്, ഇതിലെല്ലാം സാച്ചുറേറ്റഡ് ഫാറ്റ് ഉണ്ട്. റെഗുലർ ആയിട്ട് ഇത് കഴിക്കുന്ന ആൾക്കാരിൽ LDL കൊളസ്ട്രോൾ അല്ലെങ്കിൽ ബാഡ് കൊളസ്ട്രോൾ കൂടുന്നതായിട്ട് കാണാറുണ്ട്. ക്രമേണ ഇത് ഹൃദയ സംബന്ധമായും രക്തക്കുഴൽ സംബന്ധമായിട്ടുള്ള രോഗങ്ങളിലേക്ക് ലീഡ് ചെയ്യാറുണ്ട്. പക്ഷേ സാച്ചുറേറ്റഡ് ഫാറ്റ് കുറയ്ക്കാനായിട്ട് നമ്മൾ നെയ്യ് മാത്രം കട്ട് ചെയ്തിട്ട് കാര്യമില്ല, നമ്മുടെ കംപ്ലീറ്റ് ഡയറ്റ് റെഗുലേറ്റ് ചെയ്യണം. ആയുർവേദ പ്രകാരം നെയ്യ് അഥവാ ഘൃതം എന്നുള്ളത് നമ്മുടെ ശരീരത്തിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്നിഗ്ധദ്രവ്യമാണ്. ഇത് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡൈജസ്റ്റീവ് കപ്പാസിറ്റി, ശരീരത്തിന്റെ ബലം, നറിഷ്മെന്റ് എല്ലാം സപ്പോർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഫുഡിൽ കഴിക്കുന്നതിന് പുറമെ തെറാപ്യൂട്ടിക്കായി, അതായത് ട്രീറ്റ്മെന്റിനും നമ്മൾ ഘൃതങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ഇത് യൂസ് ചെയ്യാൻ പേഷ്യന്റിന്റെ ശരീരബലം, അവരുടെ രോഗാവസ്ഥ, അവരുടെ ബോഡിയിൽ വാതപിത്ത കഫങ്ങളുടെ ഇൻബാലൻസ്, അങ്ങനെ പല ഫാക്ടേഴ്സ്, അവരുടെ ഏജ് ഒക്കെ നോക്കിയിട്ട് ഏത് ഘൃതമാണ് അവർക്ക് സ്യൂട്ടബിൾ, അത് എത്ര ക്വാണ്ടിറ്റിയിലാണ്, ഇത് കഴിക്കുന്നതിനും പ്രത്യേകമായ രീതിയുണ്ട്. കോമൺ ആയിട്ട് വമനം, വിരേചനം പോലുള്ള പഞ്ചകർമ്മ പ്രൊസീജിയേഴ്സിന് മുന്നോടിയായിട്ട് നമ്മുടെ ശരീരം ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ ഒരു പ്രിപ്പറേറ്ററി പ്രൊസീജിയർ ആയിട്ടാണ് ഈ സ്നേഹപാനം ചെയ്യുന്നത്. നെയ്യ് നല്ലതാണ് എന്ന് കരുതി അൺലിമിറ്റഡ് ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ ആയുർവേദത്തിലും പറയുന്നില്ല. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഹൃദയ സംബന്ധമായോ അല്ലെങ്കിൽ കൊളസ്ട്രോൾ പോലുള്ള എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ട്, ഒബീസ് ആണ്, ഇതൊന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങളുടെ ഡയറ്റിൽ റെഗുലർ ആയിട്ട് സാച്ചുറേറ്റഡ് ഫാറ്റിന്റെ എമൗണ്ട് കൂടുതലാണെങ്കിൽ നിങ്ങൾ പേഴ്സണലൈസ്ഡ് ആയിട്ട് യൂസ് ചെയ്യേണ്ട ക്വാണ്ടിറ്റി റെഗുലേറ്റ് ചെയ്യണം. അതുകൊണ്ട് നെയ്യ് കഴിക്കുന്ന ശരീരത്തിന് ഗുണപ്രദമാണോ എന്നതിനേക്കാളും പ്രധാനമാണ് നിങ്ങളുടെ ശരീരത്തിന് എത്ര നെയ്യാണ് ആവശ്യം, അതെങ്ങനെ യൂസ് ചെയ്യണം എന്ന് മനസ്സിലാക്കി ഉപയോഗിക്കുന്നത്.